ഹലോ. രണ ഫാത്തിമയുടെ അമ്മ വീണ്ടും ന്യായീകരണമായിട്ട്, അതായത് മോൾക്ക് വേണ്ടിയിട്ട് സപ്പോർട്ടുമായിട്ട് വീണ്ടും വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് നിങ്ങളോട് എന്താ പറയണ്ടേന്ന് അറിയത്തില്ല. തൻകുഞ്ഞ് പൊൻകുഞ്ഞ് എന്ന് പറയുന്നത് പോലെയാണ് നിങ്ങളുടെ അവസ്ഥ. നിങ്ങളുടെ മകൾ എന്ത് വൃത്തികേട് ചെയ്താലും, എന്ത് അഹങ്കാരം കാണിച്ചാലും, എന്ത് കോപ്രായം കാണിച്ചാലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യും. എല്ലാ അമ്മമാരും ഏകദേശം അതുപോലെയാണെന്നാണ് എൻ്റെ ഒരു ധാരണ. അങ്ങനെ ആയിരിക്കണം എന്ന് കരുതിയിട്ട് ഇങ്ങനെ വന്ന് പറയണോ? ആ ഷോയിൽ ഇത്രയും ഇറിറ്റേറ്റായിട്ടൊരു വ്യക്തി വേറെ കാണത്തില്ല. അമ്മാതിരി ഇറിറ്റേഷനാണ് നിങ്ങളുടെ മോള്. ഹായ്, ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. വേറൊന്നുകൊണ്ടല്ല, എൻ്റെ മോളെ നെഗറ്റീവ് കണ്ടിട്ട് തന്നെയാണ് വന്നത്. അപ്പം നിങ്ങൾ പറയുന്നുണ്ടാവും, എന്തിനാ ബിഗ് ബോസിലേക്ക് പറഞ്ഞയച്ചത്? ഈ നെഗറ്റീവ് കേൾക്കുമല്ലോ, നിങ്ങൾക്ക് അറിയാമല്ലോ, പൈസക്ക് വേണ്ടിയിട്ടല്ലേ? പൈസക്ക് വേണ്ടിയിട്ടാണ് എന്ന് നിങ്ങളെ മനസ്സിലുണ്ടെങ്കിൽ ഓക്കെ, പൈസ ഒരു മനുഷ്യന് ജീവിക്കാൻ ക്യാഷ് വേണം. ക്യാഷ് ഇല്ലാതെ ഒരാൾക്കും ജീവിക്കാൻ പറ്റൂല. പൈസ ഉണ്ടെങ്കിലേ ഇന്നത്തെ സമൂഹത്തിന് വിലയുള്ളൂ. ജീവിക്കാൻ പൈസ വേണം, അത് ഞാനും സമ്മതിക്കുന്നു. പക്ഷേ പൈസ ഉണ്ടെങ്കിലേ വിലയുണ്ടാവോ എന്നുള്ള ധാരണ, അതിനോട് ഞാൻ അത്ര യോജിക്കുന്നില്ല. എൻ്റെ മാത്രം അഭിപ്രായമാണ് കേട്ടോ. പൈസ ഉണ്ടെങ്കിൽ മാത്രമേ വില ഉണ്ടാവുള്ളൂ എന്നൊന്നുമില്ല. നമ്മുടെ സ്വഭാവം നല്ലതാണെങ്കിൽ, നമ്മുടെ ആൾക്കാരോട് ഇടപെടുന്ന രീതി നല്ലതാണെങ്കിൽ, നമ്മുടെ സംസ്കാരം നല്ലതാണെങ്കിൽ ഏതൊരാളുടെ മുന്നിലും നമുക്കും വിലയുണ്ടാവും. അല്ലാണ്ട് പൈസ കിട്ടി ഒരു കോടിക്കണക്കിന് സ്വത്തുക്കളുണ്ട്, എടാ അവൾക്ക് ഇത്രയും സ്വത്തുണ്ടടാ എന്ന് പറഞ്ഞ് വില വയ്ക്കാൻ വരുന്ന ആൾക്കാരുടെ വിലയെക്കുറിച്ച് എനിക്ക് അത്ര നല്ല ധാരണയില്ല. കാരണം പൈസ കണ്ട് കൂടെ നിൽക്കുന്ന ആൾക്കാരായിരിക്കും അതും. അത്രയും മനസ്സിലായോ? വിചാരിച്ചിട്ട് ബിഗ് ബോസിൽ പോയിരിക്കുന്നതിനേക്കാൾ ഒരു പക്ഷേ എൻ്റെ മോള് വീട്ടിലിരിക്കുമ്പോൾ ഉണ്ടാക്കും. ഞാൻ അതല്ല ചോദിക്കുന്നത്. ഇത്ര മാത്രം വെറുക്കാൻ എൻ്റെ മോള് ബിഗ് ബോസ് ഹൗസിൽ എന്ത് തെറ്റാ ചെയ്യുന്നത്? എന്ത് തെറ്റാ ഒരു കാര്യം നിങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ചു തരാൻ പറ്റുമോ? ഒരു കാര്യമല്ല, 100 കാരണങ്ങളുണ്ട് ആൾക്കാരോട് റെസ്പെക്റ്റ് ഇല്ലാതെ സംസാരിക്കുക. ഈ അനീഷിൻ്റെ ബാക്കിയുള്ള ആൾക്കാരുടെ മുന്നിലും പോയിരുന്നിട്ട് കോപ്രായം കാണിക്കുക, മുതിർന്നവരെ എടാ പോടാ വാടാന്ന് വിളിക്കുക, അനുമോളെ പട്ടിന്ന് വിളിക്കുക, അവളുടെ മുഖവും പട്ടിയുടെ മുഖവും ഒരുപോലെയാണെന്ന് പറയുക. ഇതൊന്നും തെറ്റേ അല്ല. ഇതൊക്കെ നല്ല ഐശ്വര്യമുള്ള കാര്യമായിരിക്കും അല്ലേ? എനിക്ക് നല്ല പ്രാന്ത് വരുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് പാത്രം കഴുകുന്ന പട്ടി. നിങ്ങളുടെ വീട്ടിലെ പട്ടികളാണോ അമ്മച്ചി വന്നിട്ട് പാത്രം കഴുകുന്നത്? ആണോ? നിങ്ങളുടെ വീട്ടിൽ ആരാണോ പാത്രം കഴുകുന്നത് അവരെയും കൂടെ അവൾ പട്ടി എന്നാണ് വിളിച്ചേക്കുന്നത് എന്നും കൂടെ നിങ്ങളങ്ങ് കൂട്ടിക്കോ. അതാരാണെന്നുള്ളത് അമ്മച്ചി ഒന്ന് ആലോചിച്ചാൽ മതി, അപ്പോൾ മനസ്സിലാവും. അവൾ പറയുന്നുണ്ടല്ലോ, റെസ്പെക്റ്റ് ഇല്ല, തെറിയാണ് നിങ്ങൾ മോള് വിളിക്കുന്നത്. വളർത്തുദോഷം ബാപ്പനും ഉമ്മയും പറഞ്ഞാൽ മതി, എല്ലാവർക്കും ഉള്ളതാണ്. സ്വന്തം മക്കൾ എന്തെങ്കിലും കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ എടുത്തിടാ അവരെ ബാപ്പനും ഉമ്മയും. വളർത്തുദോഷം അതേത്. അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, ഈ വളർത്തുദോഷം ഈ ബാപ്പയും ഉമ്മയും വളർത്തിയ ഉമ്മയും അതേമാതിരി തെറ്റ് ചെയ്തിട്ടാണോ ഇവരും ഇതുപോലെ ആവുന്നത്? നിങ്ങളുടെ കയ്യിലിരിപ്പ് ശരിയില്ലെങ്കിൽ നിങ്ങളുടെ അച്ഛനമ്മേനെ എന്തായാലും ആൾക്കാർ പറയും. അതിപ്പോൾ എന്തൊക്കെയാണെങ്കിലും അവർ പറയും. മനസ്സിലായോ? അപ്പോൾ നിങ്ങളുടെ മോള് മര്യാദക്കല്ലാതെ ജീവിക്കുമ്പം നിങ്ങളെ പറയത്തുള്ളൂ. അതാദ്യം മനസ്സിലാക്ക്. വീട്ടിൽ നിന്ന് പഠിക്കുന്ന സംസ്കാരവും മര്യാദയും അച്ചടക്കവും ഒക്കെയാണ് നിങ്ങൾ വളർത്തുന്ന പെങ്കൊച്ച് വേറൊരു സ്ഥലത്ത് പോയിട്ട് കാണിക്കുന്നത്. അത് മനസ്സിലാക്കാതെ ഇവിടെ വന്നിട്ട് ഇങ്ങനൊരു പ്രസംഗം നടത്തുന്നതിനോട് എനിക്കൊന്നും പറയാനില്ല. പിന്നെ മോൾക്ക് നല്ല വൃത്തി പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ വായിലിട്ട് എടുത്ത സ്പൂണെടുത്തിട്ട് ഉപ്പോ പഞ്ചസാരയോ എന്തോ ഒരു സാധനം കൂടിയിട്ട് കറിയിലിടുന്ന ഒരു വൃത്തിയുണ്ടല്ലോ, നല്ല വൃത്തിയാണ് മോൾക്ക്. നീ വേറെ എന്തെങ്കിലും പ്രശ്നം വരുമ്പം അപ്പോഴും വന്നിരുന്ന് മോളെ സപ്പോർട്ട് ചെയ്ത് മെഴുകണം. ശരി എന്നാൽ ടാറ്റ.